ഹലോ ഓൾ, വെൽക്കം ടു കാറ്റലറ്റിക്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ മൊഡ്യൂളായ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിമാൻഡ് ഫംഗ്ഷനെ കുറിച്ചും ലോ ഓഫ് ഡിമാൻഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അത് ചെറിയ മാർക്കിനാണ്, നിങ്ങൾക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡിമാൻഡ് എന്ന് നോക്കാം. ഡിമാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിസയർ, എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. അതായത് ഒരു കമ്മോഡിറ്റി, ഒരു സാധനം വാങ്ങാനുള്ള നമുക്കുണ്ടാവുന്ന ഡിസയർ, ആഗ്രഹം, എബിലിറ്റി, നമുക്ക് അത് വാങ്ങാനുള്ള കഴിവ്, ആൻഡ് വില്ലിങ്നെസ്, അതായത് വില്ലിങ്നെസ് എന്ന് പറഞ്ഞാൽ ആ കമ്മോഡിറ്റി വാങ്ങാനുള്ള നമ്മുടെ സന്നദ്ധത. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിമാൻഡിനെ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി ക്ലിയറായി പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിൻഡ് ഫാക്ടേഴ്സ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡും ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഡിറ്റർമൈൻഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഈ ഡിമാൻഡും ഇത്തരത്തിലുള്ള ഡിറ്റർമിൻ ഫാക്ടേഴ്സും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി നമുക്ക് നോക്കാം. ക്യു ഡി ഈസ് ഈക്വൽ ടു എഫ് ഓഫ്, അതായത് ഫങ്ഷൻ ഓഫ് പി എക്സ് പി ആർ വൈ ടി എ ഇ. അതായത് ക്യു ഡി എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി, നമ്മൾ വാങ്ങുന്ന കമ്മോഡിറ്റിയുടെ ഡിമാൻഡാണ് ക്യു ഡി എന്ന് പറയുന്നത്. ഇനി എഫ് എന്ന് കാണിക്കുന്നത് ഫംഗ്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രാക്കറ്റിൽ കാണിക്കുന്നത് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളെയാണ് കാണിക്കുന്നത്. പി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന കമ്മോഡിറ്റിയുടെ പ്രൈസാണ്, അതായത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ്. പി ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസാണ്. റിലേറ്റഡ് കമ്മോഡിറ്റീസ് നമ്മൾ +2 ക്ലാസ്സിൽ പഠിച്ചതാണ്. പ്രധാനമായിട്ടും 2 കമ്മോഡിറ്റീസാണ് ഉള്ളത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെൻ്ററി ഗുഡും. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ടീൻ്റെയും അതേപോലെ കോഫീൻ്റെയും ഒരു കേസ്. അതായത് ടീൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ കോഫിയുടെ ഡിമാൻഡ് കൂടും. അത്തരത്തിലുള്ള കമ്മോഡിറ്റീസാണ് സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി കമ്മോഡിറ്റി നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ പെൻ ആൻഡ് ഇങ്ക് അല്ലേ, നമുക്കറിയാം ഇങ്ക് ഇല്ലാതെ നമുക്ക് പെന്ന് യൂസ്ഫുൾ ആണോ? അല്ല. അത്തരത്തിലുള്ള അതായത് അവിടെ പെന്നും ഇങ്കും എന്താണ്, കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആണ് അല്ലേ, രണ്ടും പരസ്പരം പൂരിതമാണ്. അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സിനെയാണ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. അവയുടെ പ്രൈസിനെയാണ് പി ആർ എന്ന് ഉദ്ദേശിച്ചത്. ഇനി വൈ എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിൻ്റെ കയ്യിലുള്ള ഇൻകം അഥവാ വരുമാനമാണ്. ടി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ്. അതായത് നമുക്കൊരു കമ്മോഡിറ്റി വാങ്ങുമ്പോൾ നമ്മുടേതായിട്ടുള്ള ടേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടേതായിട്ടുള്ള പ്രിഫറൻസുകൾ ഉണ്ടാവുമല്ലോ, അതാണ് ടി എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻ്റ് ആണ്. കാരണം നമുക്കറിയാം പരസ്യങ്ങൾ അല്ലേ, പരസ്യങ്ങൾ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ വളരെയേറെ നിർണ്ണയിക്കുന്നു. അടുത്ത ഫാക്ടറാണ് ഇ, അതായത് കൺസ്യൂമറിൻ്റെ എക്സ്പെക്റ്റേഷനാണ് ഇ എന്ന് പറയുന്നത്. അപ്പം ഈ ലെഫ്റ്റ് സൈഡിലുള്ള പി എക്സ് പി ആർ വൈ ടി എ ഇ എന്നിവ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ക്യൂഡി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡാണ്. അപ്പോൾ ഈ ക്യൂഡിയും ഡിമാൻഡിനെ ഡിറ്റർമിൻ ഫാക്ടേഴ്സും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലോ ഓഫ് ഡിമാൻഡ്. ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. 2 മാർക്കിനോ 3 മാർക്കിനോ നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാം. ലോ ഓഫ് ഡിമാൻഡ് അഥവാ ചോദന നിയമം അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെ നിയമം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? വളരെ എളുപ്പമുള്ളതാണ്. ഇറ്റ് ഈസ് എ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിപരീതമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയും കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. അതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ നോർമൽ ലൈഫിലുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആപ്പിൾ 2 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രൈസ്, അതായത് ആപ്പിളിൻ്റെ പ്രൈസ് 50 റുപ്പീസാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ 2 കിലോ ആപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ഇൻകം 100 രൂപയായിരുന്നു. പക്ഷേ
പക്ഷേ നമ്മൾ കമ്മോഡിറ്റിയുടെ പ്രൈസ്, അതായത് ആപ്പിളിൻ്റെ പ്രൈസ് 50 നിന്ന് 60 രൂപയായാൽ നമ്മൾ എന്ത് ചെയ്യും, ആ കമ്മോഡിറ്റി വാങ്ങുന്നത്, അതിൻ്റെ ഡിമാൻഡ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ നോർമൽ ലൈഫിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. വില കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയ്ക്കും അല്ലേ, കമ്മോഡിറ്റി കുറച്ചേ വാങ്ങുള്ളൂ. പക്ഷേ പ്രൈസ് കുറയുന്ന സമയത്തോ, വില കുറയുന്ന സമയത്ത് ആ കമ്മോഡിറ്റി നമ്മൾ നോർമലായുള്ള സിറ്റുവേഷനിൽ കൂടുതൽ വാങ്ങുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഈ ഡിമാൻഡിൻ്റെ ലോ ആണ്, അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെ നിയമത്തിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി അതിനെ ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് QD ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൈസ്. അതായത് ഈ ലോ ഓഫ് ഡിമാൻഡ് എപ്പോഴാണ് വർക്കാവുക എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രൈസ് മാത്രമാണ് ഡിമാൻഡിൻ്റെ ഡിറ്റർമിൻഡായി, അതായത് പ്രൈസ് മാത്രമാണ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകമായിട്ട് നിൽക്കുന്നത്. മറ്റുള്ള ഫാക്ടേഴ്സ് ഓഫ്, അതായത് മറ്റുള്ള ഡിമാൻഡിൻ്റെ ഡിറ്റർമിൻഡ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട്, അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നു. ഇവിടെ പ്രൈസ് മാത്രമേ ക്വാണ്ടിറ്റി ഡിമാൻഡായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ എന്ന സിറ്റുവേഷനിലാണ് ലോ ഓഫ് ഡിമാൻഡ് പ്രവർത്തിക്കുക. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഗ്രാഫ് നോക്കാം. ഈ ടേബിളിലും ഈ ഗ്രാഫിലും കാണിക്കുന്നത് ലോ ഓഫ് ഡിമാൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടാണ്. ഈ ടേബിളിൽ നിങ്ങൾക്ക് പ്രൈസും രണ്ടാമത്തെ കോളത്തിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും കാണാം. പ്രൈസ് 10, 8, 6, 4, 2 എന്നീ പ്രൈസ് ലെവലാണ്. ഇതിലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് നമ്മൾ 10 പ്രൈസ് ആവുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് 20 ആയിരുന്നു. 8 ആയിട്ട് മാറിയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 40 ആയി. അങ്ങനെ കുറഞ്ഞ് 2 പ്രൈസ് ലെവലിൽ, 2 എന്ന പ്രൈസ് ലെവലിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് 100 ആയി. അതായത് ഇവിടെ എന്താണ്, ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാം. അതായത് പ്രൈസ് കൂടിയ സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് നോക്കൂ, വളരെ കുറവാണ് അല്ലേ. 10 എന്ന പ്രൈസ് ലെവലിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് 20 ഉള്ളൂ. പക്ഷേ പ്രൈസ് കുറഞ്ഞ് 2 ആയ സമയത്തോ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി അത് 100 എന്ന ക്വാണ്ടിറ്റി ഡിമാൻഡായിട്ട് മാറി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്രാഫ് നോക്കാം. ഇവിടെ നമുക്കറിയാം ഇത് നോർമലായുള്ള ഡിമാൻഡ് കർവ് തന്നെയാണ് അല്ലേ. അതായത് ലോ ഓഫ് ഡിമാൻഡ് നമുക്കറിയാം പ്രൈസും അതേപോലെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കർവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ. ഇവിടെ ഡിമാൻഡ് കർവ് എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് അല്ലേ. ഇവിടുന്ന് എങ്ങോട്ടാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയത്, ഫ്രം ലെഫ്റ്റ് ടു ദി റൈറ്റ് അല്ലേ, ഇടത് ഭാഗത്ത് നിന്ന് വലത്തോട്ട് ആണ് ഈ ഡിമാൻഡ് കർവ് എന്ത് ചെയ്തത്, ഡിമാൻഡ് കർവ് നിൽക്കുന്നത്. അതായത് ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ക്ലിയർ ആയല്ലോ.